ദൈവശബ്ദം കേൾക്കുന്നവൻ ലോകത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. പെരുവെള്ളം ഇരച്ചു വരുന്നത് പോലെ വലിയ പ്രതിസന്ധികൾ ഭീതിപ്പെടുന്ന രീതിയിൽ കടന്നു വന്നാലും ദൈവശബ്ദം കേൾക്കുന്നവന് ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല. 27-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള നല്ല ഉറപ്പുള്ളവന് ലോകത്തിൽ ഒന്നിനും പേടിക്കണ്ട. ഈ സന്ദേശം ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്നത് നിങ്ങളോട് കൂടെ ദൈവം ഉണ്ടെന്ന് ദൈവം ഉറപ്പാക്കി തരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ ജയിക്കണം. ഞാൻ കേൾക്കുന്ന ദൈവശബ്ദമാണ്. യോശുവ യെരിഹോവിന് സമീപിച്ചിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ ഒരു ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന കാഴ്ച കണ്ടു. ആ ദൈവശബ്ദം, ആ ദൂതൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യോശുവ ധൈര്യപ്പെട്ടു. യെരിഹോയെ കീഴടക്കുവാൻ കഴിയുമെന്നും സ്തോത്രം ചെയ്താൽ മതി, ആരാധിച്ചാൽ മതി, ആർപ്പെട്ടാൽ മതി എന്നുള്ള ദൈവശബ്ദം കേട്ടപ്പോൾ വിശ്വസിച്ചു. അത്ഭുതം സംഭവിച്ചു. അക്ഷരീയമായ വലിയ മതിൽക്കെട്ടെല്ലാം ഇടിഞ്ഞുപോയി ആ സ്തോത്രത്തിൻ്റെ മുമ്പിൽ. പ്രിയമുള്ളവരെ, ദൈവശബ്ദം കേൾക്കുന്നവൻ പ്രതികൂലത്തിൻ്റെ കോട്ടകളെ, പ്രതിസന്ധിയുടെ പർവ്വതങ്ങളെ, അല്ലെങ്കിൽ വിവിധമായ ശോധനകളുടെ തിരമാലകളെ ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ ദൈവശബ്ദം കേൾക്കും. പത്രോസ് യേശു കടലിന്മേൽ നടന്നു വരുന്ന കണ്ടപ്പോൾ പറയുകയാണ്, നാഥ, നീയാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ നടക്കാൻ എന്നോട് കൽപ്പിക്കണമേ. ഒന്ന് കൽപ്പിച്ചാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ, നീ വരിക എന്നൊരു വാക്ക് യേശു പറഞ്ഞപ്പോൾ അവൻ ആ ശബ്ദത്തിൻ്റെ മുകളിൽ വെള്ളത്തിലൂടെ നടന്നു. എന്നാൽ പിന്നീട് അവൻ്റെ ഉള്ളിലേക്ക് ഭയം ഇരച്ചു കയറിയപ്പോഴാണ് മുങ്ങാൻ തുടങ്ങിയത്. പിശാചിൻ്റെ വലിയൊരു ആയുധം ഭയമാണ്. നമ്മൾ ഭയപ്പെടരുത്. യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ജീവിക്കുന്നത് ദൈവത്തിലാണ്, ദൈവമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കുന്നത്. ഉറപ്പിച്ച് ദൈവം നിർത്താൻ ശക്തനാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും, നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യുദ്ധം ചെയ്യുന്ന, പ്രതിസന്ധി സൃഷ്ടിക്കുന്ന, ഭയപ്പെടുത്തുന്ന ശക്തികളെ ഒരുമിച്ച് എഴുന്നേറ്റ് വരും. പക്ഷെ പേടിക്കണ്ട, നിന്നെ രക്ഷിപ്പാൻ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. 56-ാം സങ്കീർത്തനത്തിലെ ചില വാക്യങ്ങൾ പരിചിതമാണ്. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു എന്ന് എഴുതിയൊരു വാക്യമുണ്ട്. 9-ാം വാക്യം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങൾ ദൈവത്തിന് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ശത്രു പിന്തിരിയുകയാണ്. നിങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം പിശാച് അടുത്ത് വന്ന് നിൽക്കുകയില്ല. നിങ്ങൾ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പിശാച് ഭയന്നോടും. കാരണം ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾക്ക് തരാനുള്ള സംരക്ഷണത്തിൻ്റെ ഉറപ്പാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ പിശാച് ഭയപ്പെടും. ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാ പൈശാചിക ചിന്തകളിൽ നിന്നും, പൈശാചികമായ അറ്റാക്കുകളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. ശത്രു പിന്തിരിയും. കാരണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണ്. ഹല്ലേലൂയ. 118-ാം സങ്കീർത്തനത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ എൻ്റെ പക്ഷത്തോട് ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. യഹോവ എൻ്റെ പക്ഷത്തോട് ഞാൻ പേടിക്കില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യനെ ഭയപ്പെടണ്ട. യേശു പറഞ്ഞു, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടണ്ട. ദേഹത്തെയും ദേഹിയെയും കൊന്ന് ആത്മാവിനെ, ജീവനെ നരകത്തിൽ തള്ളിയിടാൻ കഴിയുന്നവനെ ഭയപ്പെട്ടാൽ മതി. ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കണ്ട. ദൈവം എന്നോട് കൂടെയുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. പിശാച്
ഏതൊക്കെ ആയുധങ്ങൾ? നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാമ്പത്തികമായ തകർച്ചകളായിരിക്കും, കുടുംബത്തിനകത്തെ കലഹങ്ങളായിരിക്കാം, അപവാദങ്ങളോ അപമാനങ്ങളോ ആയിരിക്കാം, ശാരീരികമായി ഉണ്ടാകുന്ന രോഗശക്തികളായിരിക്കാം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും യാതൊരായുധവും ഫലിക്കയില്ല. രാമൻ പറഞ്ഞ് പിശാച് കൊണ്ടുവന്ന സകല രോഗങ്ങളും സകല ബന്ധനങ്ങളും അവൻ്റെ സകല തന്ത്രമുള്ള പദ്ധതികളും കർത്താവ് അഴിച്ചു കളയുകയാണ്. ഒരായുധവും ഫലിക്കയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പേടിക്കരുത്, യഹോവ കൂടെയുണ്ട്. ഭയപ്പെടണ്ട. യേശു പറയുന്നില്ലേ, നിങ്ങൾ ഭയപ്പെടണ്ട, ധൈര്യമായിരിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. യെശയ്യാവ് 41:10 ഭയപ്പെടണ്ട. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരെ ഭീതിപ്പെടുന്ന സകല പ്രതിസന്ധികളുടെ നടുവിലും രക്ഷിക്കുവാൻ യഹോവയുള്ളത് കൊണ്ട് സ്തോത്രം. എൻ്റെ മക്കളെ ജയത്തിലേക്കും വിടുതലിലേക്കും നയിക്കണം. അവരെ കീഴടക്കാൻ നോക്കുന്ന സകല കർത്താവേ പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗശക്തികൾ, അസ്വസ്ഥതകൾ, ആകുലങ്ങൾ, ഭീതിപ്പെടുന്ന ശബ്ദങ്ങൾ, കർത്താവ് എല്ലാ പ്രതിസന്ധിയിൽ നിന്നും എൻ്റെ മക്കൾക്ക് വലിയൊരു വിടുതൽ നൽകുവാൻ അവിടുന്ന് കൂടെ നിൽക്കുന്നതിനായി സ്തോത്രം. അവിടുത്തെ ശബ്ദം കൂടെ നിൽക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഭയപ്പെടേണ്ട. ഇന്ന് ധൈര്യമായി മുന്നോട്ട് പോവുക. വഴികളെ കർത്താവ് തുറക്കും. ഈ സന്ദേശം നിങ്ങൾ എല്ലാ ദിവസത്തെയും പോലെ കുറേ പേരെ നിങ്ങൾ ഷെയർ ചെയ്യണം. God bless you. Have a wonderful day.